ആരാണ് അടുത്ത കേരള മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി എവിടെ? കോൺഗ്രസ്. കേസിക്ക് വേണ്ടി ചരട് വലിച്ച കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം. സംസ്ഥാനത്തുടനീളം ആഘോഷങ്ങൾ നടത്താൻ KC വേണുഗോപാല പക്ഷത്തുള്ള നേതാക്കളുടെ ആഹ്വാനം. അതിനിടെ അതൃപ്തി കടുപ്പിച്ച് VD സതീശൻ രംഗത്തെത്തി. ഒന്നാം സ്ഥാനം ഇല്ല എങ്കിൽ ഒന്നും വേണ്ടെന്നാണ് സതീശന്റെ നിലപാട്. കേരള നേതാക്കളുമായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ച മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. രാഹുലും ദീപാദാസ് മുൻഷിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ, തിരുവനന്തപുരത്ത് നിന്ന് V വിനീഷും ചേർന്നു. ആദ്യം ദിലീപിലേക്ക്. ദിലീപ്, ആരാണ് കേരള മുഖ്യമന്ത്രി? 3 പേരിൽ ആരെ നിശ്ചയിക്കുമെന്ന് അറിയാതെ വളരെയധികം ത്രിശങ്കു സ്വർഗത്തിലാണ് കോൺഗ്രസ്. അതായത് KC വേണുഗോപാലിനെ നിശ്ചയിക്കണം, അല്ലെങ്കിൽ VD സതീശൻ വേണോ, രമേശ് ചെന്നിത്തല വേണോ? 3 പേരും അവകാശവാദവുമായി ശക്തമായി രംഗത്തുണ്ട്. തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, ദിലീപ്? വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോഴും സാധ്യത കൂടുതൽ KC വേണുഗോപാൽ തന്നെയാണ്. ഇപ്പോൾ യോഗം കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിലവിലത്തെ അപ്ഡേഷൻ അല്ലെങ്കിൽ നിലവിലത്തെ ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത് KC വേണുഗോപാൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. MLA-മാരുടെ പിന്തുണ കൂടുതൽ തനിക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം പിന്തുണ തനിക്കാണ്, KC വേണുഗോപാലിനാണ് പിന്തുണ കൂടുതൽ നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് നിരീക്ഷകരായി എത്തിയ മുഗൾ വാസനിക്കും അതോടൊപ്പം തന്നെ അജയ് മാക്കാനും വ്യക്തമാക്കിയത്. അതേ സാഹചര്യത്തിൽ KC വേണുഗോപാൽ ഉന്നയിക്കുന്ന മറ്റൊരു വാദമെന്ന് പറയുന്നത് മുമ്പും AICC ജനറൽ സെക്രട്ടറിമാർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി പോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അതും കൂടി പരിഗണിക്കണമെന്നാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചത്. അതേ സാഹചര്യത്തിൽ VD സതീശൻ തൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നൊരു കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നിരുന്നാലും VD സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എന്ത് തീരുമാനമായാലും രാഹുൽ ഗാന്ധി എന്താണോ അല്ലെങ്കിൽ രാഹുൽ എന്താണോ പറയുന്നത് അതുമായി മുന്നോട്ട് പോകുമെന്നുള്ള അങ്ങനെയും പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല ഈ ഒരു ചിത്രത്തിലെ ഇല്ല എന്നതാണ് ഈ നിലവിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് KC വേണുഗോപാലും VD സതീശനും മാത്രമാണ് നിലവിൽ മുഖ്യമന്ത്രി സാധ്യത പട്ടികയിലുള്ളത്. അപ്പോൾ KC വേണുഗോപാലിന് മുൻതൂക്കം കൂടി MLA-മാരുടെ മുൻതൂക്കമുണ്ട്. അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം കേന്ദ്ര നേതാക്കളുമായിട്ടും അതോടെ തന്നെ ദേശീയ നേതാക്കളുമായിട്ടും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് KC വേണുഗോപാലിനാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിനാണ് കുറച്ചുകൂടി മുൻതൂക്കം. അതിലെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നുവെങ്കിൽ കേരളത്തിൽ ഈ പ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ VD പക്ഷക്കാരും രമേശ് ചെന്നിത്തല പക്ഷക്കാരും എന്ത് നിലപാടാണ് എടുക്കുന്നത്, എന്തൊക്കെ പ്രതിഷേധക പരിപാടികൾ നേതൃത്വം നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് KC വേണുഗോപാൽ MLA അല്ല, അദ്ദേഹം MP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 6 മാസത്തിനുള്ളിൽ വെച്ചൊരു ബൈ ഇലക്ഷൻ നടത്തേണ്ടി വരും. ബൈ ഇലക്ഷൻ നടത്തുമ്പോൾ ഏത് മണ്ഡലമാണ് തിരഞ്ഞെടുക്കുന്നത്, ആ മണ്ഡലത്തിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മത്സരിച്ച ശേഷം അദ്ദേഹത്തിന് വിജയിക്കാനാകുമോ എന്നടക്കമുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ചെന്നിത്തല പക്ഷവും VD പക്ഷവും സ്വാഭാവികമായിട്ട് ചരട് വലിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നുണ്ട്. വിനോദ്, അതെ, തീർച്ചയായും വലിയ ചർച്ച തന്നെയാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും V വിനീഷ് കൂടി ചേരുകയാണ്. വിനീഷ്, ഡൽഹിയിൽ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. KC വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടക്കുന്നു. VD സതീശൻ പക്ഷം പറയുന്നത് അല്ലെങ്കിൽ VD സതീശൻ നിലപാടെടുക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ ഒരു പദവിയും വേണ്ട, മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് VD സതീശൻ ശക്തമായ നിലപാടെടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കുറയുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. KC വേണുഗോപാലിനെ, അതായത് AK ആന്റണിയെ ഏത് നിലയിലാണോ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിമാനമാർഗം കെട്ടി ഇറക്കിയത്, അതേ സമാനമായ അവസ്ഥയിൽ KC വേണുഗോപാലിനെ MP ആയിട്ടിരിക്കുന്ന, ആലപ്പുഴയുടെ MP ആയിട്ടിരിക്കുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചരടുവലികൾ ഡൽഹിയിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏത് തരത്തിലായിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ രൂപഘടന? ഈ മണിക്കൂറിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും, വിനീഷ്? വിനോദെ, എത്ര ചർച്ചകൾ, തിരക്കിട്ട ചർച്ചകൾ നടന്നാൽ പോലും
കേരള കോൺഗ്രസിൽ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സംബന്ധിച്ചിടത്തോളം, നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അടി പെട്ടെന്നൊന്നും ഈ തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ തീരില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അത് രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഭരണം ഏതൊക്കെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പ്രബലരായ നേതാക്കൾക്ക് പിന്നിൽ അണിനിരക്കുന്ന അണികളെ നമുക്ക് പലപ്പോഴായി കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത്തരം സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരള ജനത നാണക്കേട് കൊണ്ട് തല താഴ്ത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ സീറ്റിനായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ഈ ഒരു അടി സജീവമായി നടക്കുന്നത്. നിലവിൽ കേരള ഘടകത്തിനെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് AICC നേതൃത്വത്തിന് മുന്നിൽ ഈ വിഷയം എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലും നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ റിസൾട്ട് വന്ന ഘട്ടം മുതൽ തന്നെ ആരാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കണമെന്നത് സംബന്ധിച്ചുള്ള അടികൾ അങ്ങനെ കോൺഗ്രസിനുള്ളിൽ സജീവമായി നടക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ കോൺഗ്രസിനുള്ളിൽ തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടുമായി രമേശ് ചെന്നിത്തല എത്തുന്നു. ഒപ്പം തന്നെ തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടുമായി VD സതീശൻ എത്തുന്നു. സമാനമായ സാഹചര്യത്തിൽ KCയും രംഗത്തെത്തുന്നു. KC ശക്തമായ ഒരു രാഷ്ട്രീയ തന്ത്രം ഈ കോൺഗ്രസിനുള്ളിൽ, കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KCയുടെ ഒരു ബുദ്ധി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൽ ഇരുന്ന കോൺഗ്രസ് ഇത്തവണ ഭരണപക്ഷത്തേക്ക് എത്തും എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ KC വേണുഗോപാലിനുണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ ഈ MLA-മാരുടെ എല്ലാ കാര്യങ്ങളും സജീവമായി ഫണ്ടിങ് ഉൾപ്പെടെയുള്ള, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഫണ്ടിങ് ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് ഇവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചത് KC വേണുഗോപാലാണ്. അങ്ങനെ എല്ലാ MLA-മാരെയും അല്ലെങ്കിൽ ഭൂരിപക്ഷം MLA-മാരെയും തൻ്റെ പോക്കറ്റിലേക്കാക്കാൻ KCക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മറ്റൊരു ചരിത്രവും കൂടി പരിശോധിക്കേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ. ആ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ AICC നേതൃത്വം എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ ഏത് നേതാവിനാണോ കൂടുതൽ MLA-മാരുടെ ഒരു പിന്തുണ ലഭിക്കുന്നത്, ആ MLA-മാരുടെ പിന്തുണ ലഭിക്കുന്ന നേതാവിനെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഹിമാചൽ പ്രദേശ് എടുത്തു നോക്കിയാൽ, മറ്റു സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസിൻ്റെ വിരലെണ്ണാവുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ഈ ഭാരതത്തിൽ. ആ സ്ഥലങ്ങളിൽ പോലും നിയമസഭാ കക്ഷിയിൽ വരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ MLA-മാരുടെ ഒരു പിന്തുണ ലഭിക്കുന്ന നേതാവിനായിരിക്കും പൊതുവെ AICC നേതൃത്വം കൂടുതലായി മുഖ്യമന്ത്രി പദത്തിലേക്ക് ആ നേതാവിനെ ആയിരിക്കും എത്തിക്കുക എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്, അഥവാ AICC നേതൃത്വത്തിൻ്റെ നിലപാട് KC വേണുഗോപാലിന് അനുകൂലമാകണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമാകുന്നെങ്കിൽ പോലും ഇവിടെ അടി തീരില്ല. മുഖ്യമന്ത്രി പദത്തിനുള്ള കസേരയെ ചൊല്ലിയുള്ള ഒരു തർക്കം അത് സജീവമായി തന്നെ തുടരും. പിന്നീട് ജനങ്ങളുടെ കാര്യം കട്ടപ്പുക എന്നതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം ഈ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ്. പ്രത്യേകിച്ച് സ്വാർത്ഥരായി കൊണ്ട് നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് അടിപിടി കൂടുന്നു. VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: തനിക്ക് മുഖ്യമന്ത്രി കസേര ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു മന്ത്രിസ്ഥാനവും വേണ്ട, മറ്റൊരു പദവിയും വേണ്ട എന്ന് VD സതീശൻ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർത്തും സ്വാർത്ഥനായ VDയെ കാണാൻ സാധിക്കുന്നു. സമാനമായി തന്നെയാണ് KC നേരത്തെ ഒരു രാഷ്ട്രീയ തന്ത്രം കൃത്യമായി തന്നെ പയറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് KCയുടെ പേര് AICC നേതൃത്വത്തിന് മുന്നിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. സമാനമായ സാഹചര്യം രമേശ് ചെന്നിത്തലയും കളത്തിലിറങ്ങി നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പതി തരംഗം പിടിച്ചു പറ്റിക്കൊണ്ട്, താൻ നേരത്തെ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നു, നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് അടക്കമുള്ള പഴയ രാഷ്ട്രീയ ചരിത്രം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചുകൊണ്ട് അണികൾക്കിടയിൽ അത്തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് തനിക്കും മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടുമായി രമേശ് ചെന്നിത്തലയും സജീവമായി തന്നെ രംഗത്ത്. രാജ്യ തലസ്ഥാനത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനി ആര് എന്നുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. വിവരങ്ങൾ നൽകുകയാണ് ഡൽഹിയിൽ നിന്നും ദിലീപ്. അതേപോലെ തന്നെ വിനീഷ്, നിങ്ങൾ തുടരണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക് തിരികെ എത്തും. മിനിറ്റുകൾക്കകം 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കളാണ് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ. 24 മണിക്കൂറും കഴിഞ്ഞിപ്പോൾ ദിവസങ്ങൾ 5 ആയിരിക്കുന്നു. ഇവർക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. അടിയോടടിയാണ് കോൺഗ്രസിൽ.